ഹലോ ഹായ് ഫ്രണ്ട്സ്, DTH ഇൻഫോ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സൺമാക്സ് ആൻഡ്രോയിഡ് സെറ്റ് ബോക്സിൽ എങ്ങനെയാണ് TV ചാനലുകൾ റെക്കോർഡ് ചെയ്ത് നോക്കാം. ഒരുപാട് പേര് ചോദിച്ചായിരുന്നു എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ റെക്കോർഡ് ചെയ്ത് നോക്കാം. റെക്കോർഡ് ചെയ്യുന്ന വീഡിയോകൾ മാത്രമല്ല, നമുക്കിതിലേക്കൊരു ഇമെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഗൂഗിൾ അസിസ്റ്റൻ്റ് എങ്ങനെ ഉപയോഗിക്കാം, ഫേവറേറ്റ് എന്നത് എങ്ങനെ ഒരു പ്ലെയർ ആയിട്ട് ഉപയോഗിക്കാം, അത്തരത്തിൽ ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇന്ന് നമുക്ക് TV ചാനലുകൾ എങ്ങനെയാണ് പെൻഡ്രൈവിലേക്ക് റെക്കോർഡ് ചെയ്ത് നോക്കാം. ഇൻറ്റേർണൽ സ്റ്റോറേജിൽ റെക്കോർഡിങ്ങിൻ്റെ പ്രോഗ്രാം വരുന്നില്ല. അഡീഷണലായിട്ട് ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്യണം. അതിലേക്കാണ് റെക്കോർഡിങ്ങിൻ്റെ ഫയൽ വരുന്നത്. ഞാനിവിടെ ലൈവ് TV ക്ലിക്ക് ചെയ്തു. അതിനുശേഷം DDML എടുത്തുള്ളത്. ഇവിടുന്ന് ഓക്കെ ഓട്ടം പ്രസ് ചെയ്ത് ഇടതുഭാഗത്തുള്ള സ്വിച്ച് പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെ ഒരു ബാറിൽ ഇറങ്ങി വന്ന് കാണാം. ഇവിടെ മൂന്നാമത്താണ് റെക്കോർഡിങ്ങിൻ്റെ ബട്ടൺ വരുന്നത്. അതിൽ ഓക്കെ ഓട്ടം പ്രസ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്യുന്നതിനും ഈ ബട്ടൺ തന്നെ പ്രസ് ചെയ്യേണ്ടത്, അപ്പോഴേ സ്റ്റോപ്പ് ആവുള്ളൂ. ബാക്ക് ഓട്ടം പ്രസ് ചെയ്താൽ പോരാ, ഇവിടെ നിന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ റെക്കോർഡിങ്ങിൽ ഓക്കെ ഓട്ടം പ്രസ് ചെയ്തപ്പോൾ മുകളിൽ നിങ്ങൾക്ക് റെക്കോർഡിങ്ങിൻ്റെ ഒരു ടൈം ബാർ വന്ന് കാണാം, ടൈം കൂടുന്നു കാണാം. കൂടാതെ ഞാനൊന്ന് ബാക്ക് ചെയ്യുന്നുണ്ട്, അതായത് നമ്മുടെ ഹോം പേജിലേക്ക് പോകുന്നുണ്ട്. ഹോം പേജിലേക്ക് പോകുമ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ റെക്കോർഡിങ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കാണാം. ജസ്റ്റ് ഒന്ന് ഹോം പേജിൽ വന്നിട്ടുണ്ട്, അപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ റെക്കോർഡിങ് നടക്കുന്നുണ്ട്. വീണ്ടും ഞാൻ DD മലയാളത്തിൻ്റെ അതിലേക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം റെക്കോർഡിങ് നടക്കുന്നുണ്ട്. വീണ്ടും സ്റ്റോപ്പ് എന്നുള്ളൊരു സിമ്പിളാവും. അവിടെ ഓക്കെ ഓട്ടം പ്രസ് ചെയ്താൽ സ്റ്റോപ്പ് ചെയ്യണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഓട്ടം പ്രസ് ചെയ്യുക. എസ്സിൽ കൊണ്ടുവന്നിട്ട് ഓക്കെ ഓട്ടം പ്രസ് ചെയ്യുക. ഇനി നമുക്ക് റെക്കോർഡ് ചെയ്ത ഫയൽ ലഭിക്കണം. എവിടെ നിന്നാണ് ഈ ഫയൽ ലഭിക്കുന്നത് നോക്കാം. ആദ്യം ഞാൻ നമ്മുടെ സെറ്റിങ്സ് വന്നിട്ടുണ്ട്, TV സെറ്റിങ്സ് വന്നിട്ടുണ്ട്. ഇവിടെ റെക്കോർഡിങ്ങിൻ്റെ ഒരു സെറ്റിങ്സ് ഉണ്ട്. ഇതിൽ വന്ന് നോക്കുമ്പോൾ മൈ റെക്കോർഡിങ്സ് അങ്ങനെ ഒരു ഫയലിവിടെ കാണാം. അപ്പോൾ ഇതിൽ വന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു ഫയലൊന്നും കാണില്ല. നമ്മൾ റെക്കോർഡ് ചെയ്ത ഫയൽ ലഭിക്കുന്നില്ല. നമുക്ക് റെക്കോർഡ് ചെയ്ത ഫയൽ ലഭിക്കുക ലൈബ്രറിയിലാണ്. നിങ്ങൾക്ക് കാണാം നെറ്റ്ഫ്ലിക്സിൻ്റെ താഴെ റെക്കോർഡിങ്സ്. ഞാൻ ഇത്രയും ഫയൽ നമ്മുടെ സെറ്റ് ബോക്സിൽ റെക്കോർഡ് ചെയ്താണ്. ഇതിൽ ഓരോന്ന് ഞാൻ പ്ലേ ചെയ്തുകൊണ്ട് കാണിക്കാം. നമുക്ക് റെക്കോർഡ് ചെയ്ത ഫയൽ ലഭിക്കുക ലൈബ്രറിയിലാണ്. അപ്പോൾ ഞാനിവിടെ ഓരോന്നും പ്ലേ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് പ്ലേ ചെയ്യുന്നുള്ളൂ. നമുക്ക് ബാക്ക് ഓട്ടം പ്രസ് ചെയ്താൽ സ്റ്റോപ്പ് ചെയ്യണം വയ്ക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ബാക്ക് ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത്. ബാക്ക് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ബാക്ക് ഓട്ടം പ്രസ് ഉണ്ട്. ഞാനിവിടെ റെക്കോർഡ് ചെയ്ത ഓരോ ഫയലും പ്ലേ ചെയ്യുന്നുണ്ട്, അതുപോലെ ബാക്ക് ഓട്ടം പ്രസ് ചെയ്ത് സ്റ്റോപ്പും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കാണാം. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ സൺമാക്സ് ആൻഡ്രോയിഡ് സെറ്റ് ബോക്സിൽ റെക്കോർഡ് ചെയ്യുന്നതും റെക്കോർഡ് ചെയ്ത് ഫയൽ എടുക്കുന്നതും അതുപോലെ പ്ലേ ചെയ്യുന്നെല്ലാം. അപ്പോൾ ഇതുപോലെ വീഡിയോകൾക്കും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. താമസിയാത്ത ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ജിമെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ ഗൂഗിൾ അസിസ്റ്റൻ്റ് എങ്ങനെ ഉപയോഗിക്കുന്നത്, പ്ലെയർ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം, ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത്, പ്ലേ സ്റ്റോർ എങ്ങനെ ഉപയോഗിക്കുന്നത്, യൂട്യൂബ് എങ്ങനെ ഉപയോഗിക്കുന്നത്, അത്തരം ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട്. നമുക്ക് റെക്കോർഡ് ചെയ്ത ഫയൽ ലഭിക്കുക ലൈബ്രറിയിലാണ്. നമ്മൾ ഉപയോഗിച്ച ആപ്പിൻ്റെ ലിസ്റ്റ് വരിക, അതുപോലെ ഡൗൺലോഡ് ചെയ്തത്, റെക്കോർഡ് ചെയ്തത്, അതുപോലെ നേരത്തെ ഉപയോഗിച്ച ചാനലിൻ്റെ ഹിസ്റ്ററിയും ഇവിടെയാണ് വരുന്നത്.